കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ ആളുകൾ സമർപ്പിച്ച അപേക്ഷയും രേഖകളും ആക്രിക്കടയിൽ വിറ്റെന്ന ആരോപണവുമായി UDF. ചില ജീവനക്കാർ ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി രേഖകൾ ഗുഡ്സ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി വിറ്റു എന്നാണ് ആരോപണം. തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെയാണ് ഉപേക്ഷിച്ചത്. സംഭവത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് UDF. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട്. കുരുവട്ടൂർ പഞ്ചായത്തിലെ പല രേഖകളും ആക്രിക്കടയ്ക്ക് വിറ്റു എന്നുള്ളതാണ് UDFന്റെ പരാതി. കഴിഞ്ഞ ദിവസം ഈ ആക്രിക്കടയിലേക്ക് എത്തിയപ്പോഴാണ്, ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ UDF പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല സ്വകാര്യ രേഖകളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ UDF പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? കുരുവട്ടൂർ പഞ്ചായത്തിലെ പല വ്യക്തികൾ നൽകിയതായിരിക്കുന്ന സ്വകാര്യമായിട്ടുള്ള അപേക്ഷകൾ, അവരുടെ സ്വകാര്യ രേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ളതായിരിക്കും നൽകി സമർപ്പിച്ച രേഖകൾ പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടാതെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ഡിസ്പോണ്ട് ചെയ്യുന്ന പ്രവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് സ്വകാര്യ ഏജൻസിക്ക് വിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ ഏജൻസിക്ക് വിൽക്കുമ്പോൾ പഞ്ചായത്തിനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ രേഖകളും വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുണ്ട്, ID കാർഡുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇതിലുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഗൗരവകരമായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ UDF ഈ പഞ്ചായത്തിൽ ഭരണത്തിൽ കടന്നു വരുമെന്നുള്ള LDFന്റെ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായിരിക്കുന്ന ക്രമക്കേടുകൾ, അഴിമതികൾ ഇതെല്ലാം ഏകീറി UDF പരിശോധിക്കുമെന്നുള്ള ഭീതിയിലാണ് അവർ ഇത് സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അത് ഒരു വിവരം കിട്ടിയതിനനുസരിച്ച് കണ്ടെത്തുകയും ഒരുപാട് വ്യക്തികൾ, സാധാരണക്കാരായ അവർ നൽകിയതായിരിക്കുന്ന അവരുടെ അപേക്ഷകൾ, ആ അപേക്ഷകളെല്ലാം കെട്ടി നിൽക്കുന്ന, അശല്യമായി നിൽക്കുന്ന ആ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് UDF ഒരുങ്ങുകയാണ്. അതായത് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇനിയിപ്പോൾ UDFന്റെ ഒരു നേതൃത്വത്തിൽ കടക്കുക? അതിശക്തമായ പ്രക്ഷോഭവുമായും UDF കുരുവട്ടൂർ പഞ്ചായത്ത് മുന്നോട്ട് പോകും. നമുക്കറിയാം, ഈ ഫയലുകൾ ഓരോന്നും ഓരോ ജീവിതമാണ്. ആ മനുഷ്യരുടെ ജീവിതമാണ് അവിടെ ആ ആക്രിക്കടയിലേക്ക് അവർ തൂക്കി വിറ്റിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് ഈ പഞ്ചായത്ത് നിങ്ങൾക്ക് തന്നിട്ട് എന്തെങ്കിലും വിശദീകരണം തന്നിട്ടുണ്ടോ? ഇക്കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തു കാരണമുണ്ടായാലും ഒരു സ്വകാര്യ വ്യക്തിയുടെ രേഖകൾ ഒരു കാരണവശാലും പുറന്തള്ളപ്പെടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ രഹസ്യ വിവരങ്ങളാണ് പഞ്ചായത്ത് നിന്ന് വലിച്ചെറിയുന്ന രീതിയിൽ കണ്ടിട്ടുള്ളത്. ഏതായാലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ ഈ രേഖകൾ ഒരു ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു, വിറ്റു എന്നൊക്കെയുള്ള പരാതിയാണ് UDF ഇപ്പോൾ ആരോപിക്കുന്നത്. ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് UDFന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.